അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. SSF പെരിങ്ങത്തൂർ ഡിവിഷൻ സാഹിത്യോത്സവന്റെ ഈ പ്രൗഢമായ വേദി ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. ഇത് വെറും ഒരു കഥയല്ല, ലോകത്തിന്റെ കാരുണ്യവാനായ പ്രിയ പ്രവാചകൻ സഹിച്ച ഏറ്റവും വലിയ സങ്കടത്തിന്റെ കഥ. എന്നാൽ അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്ത വലിയൊരു ക്ഷമയുടെ പാഠം. അതെ, കഥയുടെ പേര് മുന്തിരിത്തോപ്പിലെ പ്രാർത്ഥന. അന്ന് പ്രവാചകത്വത്തിന്റെ 10-ാം വർഷമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലെ ജീവിതം വല്ലാതെ ബുദ്ധിമുട്ടായി മാറി. സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചിരുന്ന പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹു എന്തിനും ഏതിനും കാവലായിരുന്ന പിതൃവ്യനായ അബൂ താലിബും മരണപ്പെട്ട വർഷം ദുഃഖവർഷം എന്നായിരുന്നു ചരിത്രം ആ വർഷത്തെ വിളിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ വലിയൊരു പ്രതീക്ഷയോടെ പ്രവാചകൻ മക്കയിൽ നിന്നും ത്വായിഫിലേക്ക് യാത്ര തിരിച്ചു. ചുട്ടു പൊള്ളുന്ന മരുഭൂമിയിലൂടെ കാൽനടയായ 60ഓളം മൈലുകൾ. വളർത്തുമകനായ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു മാത്രമായിരുന്നു കൂട്ടിനുണ്ടായിരുന്നത്. ത്വായിഫ് നേതാക്കളെ കണ്ട് പ്രവാചകൻ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എന്തായിരുന്നു അവരുടെ മറുപടി? അവർ പ്രവാചകനെ ക്രൂരമായി പരിഹസിച്ചു. പോരാത്തതിന് ആ നാട്ടിലെ തെമ്മാടികളെയും കുട്ടികളെയും കൂട്ടി പ്രവാചകനെ കല്ലെറിയാൻ തുടങ്ങി. നിരത്തിന്റെ ഇരുവശങ്ങളിൽ നിന്നും ജനങ്ങൾ ആർത്ത് വിളിച്ച് കല്ലെറിയുകയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് പ്രവാചകനെ കെട്ടിപ്പിടിച്ച് കല്ലുകളിൽ നിന്ന് രക്ഷിക്കാൻ നോക്കി. പക്ഷേ കല്ലേറുകൊണ്ട് പ്രവാചകന്റെ പുണ്യ ശരീരത്തിൽ നിന്നും ചോര ഒഴുകി. അതിനിടെ ഒരു കാൽച്ചയിൽ പ്രവാചകന്റെ കാലിൽ കുത്തി. കാൽ മുറിഞ്ഞു, ചോര ഒഴുകി. വേദന കൊണ്ട് കാൽ അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒടുവിൽ തളർന്നു വീഴാറായി. പ്രവാചകൻ ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് അഭയം പ്രാപിച്ചു. നാഥാ, എന്തിന് ഇത്രയും പരീക്ഷണങ്ങൾ? അവിടുത്തെ ഉള്ളൊരുക്കി കൈകൾ ആകാശത്തേക്ക് ഉയർത്തി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, എനിക്ക് നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. നീ എന്നെ ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? നിനക്ക് എന്നോട് കോപമില്ലെങ്കിൽ എനിക്കതിൽ വേവലാതിയുമില്ല. നിന്റെ പ്രതീക്ഷയിലാണ് എന്റെ തൃപ്തി. പെട്ടെന്ന് മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം അതാ പ്രവാചകന്റെ മുന്നിൽ വന്നിറങ്ങുന്നു. പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങയുടെ പ്രാർത്ഥന റബ്ബ് കേട്ടിരിക്കുന്നു. അങ്ങ് കൽപ്പിക്കുകയാണെങ്കിൽ ആ കാണുന്ന 2 മലകൾക്കിടയിൽ ത്വായിഫ് നിവാസികളെ ഞെരിച്ചു കളയാം. പക്ഷേ നമ്മുടെ പ്രവാചകൻ ആരായിരുന്നു? കാരുണ്യത്തിന്റെ കടലല്ലേ? പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു? വേണ്ട, അവരെ നശിപ്പിക്കേണ്ട. അവർക്ക് വിവരമില്ലാത്തവരാണ്. എന്നെ കല്ലെറിഞ്ഞു ചോര ചിന്തിയവരോട് മാപ്പ് പറയാനാണ് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചത്. കൂട്ടരെ, നമ്മെ പഠിപ്പിക്കുന്ന ഏത് പ്രതിസന്ധിയിലും ക്ഷമയെ മുറുകെ പിടിക്കുക, പ്രതീക്ഷയെ കൈവിടാതിരിക്കുക. ഹിജ്റയ്ക്ക് മുമ്പുള്ള ആ കഠിനമായ പരീക്ഷണ ഘട്ടത്തിൽ പോലും ശത്രുക്കളോട് കാരുണ്യം കാണിച്ച ഈ പ്രവാചകന്റെ വലിയ മനസ്സ് നാം ഒരിക്കലും മറക്കാൻ പാടില്ല. ആ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ്